ഇറാന് നൽകിയ അന്ത്യശാസനത്തിന്റെ സമയം കഴിഞ്ഞ് 4 മണിക്കൂറിനുള്ളിൽ ഇറാനെ നശിപ്പിക്കുമെന്ന് ട്രംപ്. ഞങ്ങൾക്ക് ഒരു പദ്ധതിയുണ്ട്. നാളെ രാത്രി 12 മണിയോടെ ഇറാനിലെ എല്ലാ പാലങ്ങളും ഞങ്ങളുടെ സൈന്യം നശിപ്പിക്കും. എല്ലാ ഊർജ്ജ നിലയങ്ങളും പ്രവർത്തനരഹിതമാകും. ഒരിക്കലും പ്രവർത്തിക്കാനാകാത്ത വിധം അവ തകർക്കും. പൂർണ്ണമായി തകർക്കും. 12 മണിയോടെ, ട്രംപ് പറഞ്ഞു. ഒറ്റ രാത്രി കൊണ്ട് ഇറാനെ പൂർണ്ണമായി നശിപ്പിക്കുമെന്ന് ട്രംപ് ഭീഷണിപ്പെടുത്തി. അത് നാളത്തെ രാത്രിയായേക്കാമെന്ന് ട്രംപ് മുന്നറിയിപ്പ് നൽകി. അമേരിക്കൻ സൈനിക നീക്കങ്ങൾ ലോകം കണ്ടതിൽ വച്ച് ഏറ്റവും ഭീകരമായിരിക്കുമെന്ന് അദ്ദേഹം വ്യക്തമാക്കി. നാളെ രാത്രിയോടെ ഇറാന്റെ ഓരോ പാലവും തകർക്കപ്പെടും. ഓരോ പവർ പ്ലാന്റുകളും കത്തിയെരിയും. അത് പുനർനിർമ്മിക്കാൻ അവർക്ക് 100 വർഷം വേണ്ടിവരും, ട്രംപ് പറഞ്ഞു. ഇറാൻ സൈനികമായി പരാജയപ്പെട്ടുവെന്നും സമുദ്രപാതകളിൽ മൈനുകൾ വിതറുകയല്ലാതെ അവർക്ക് മറ്റു വഴികളില്ലെന്നും അദ്ദേഹം പരിഹസിച്ചു. ഹോർമോസ് കടലിടുക്കിന്റെ നിയന്ത്രണം അമേരിക്ക ഏറ്റെടുക്കുമെന്നും അവിടെയുള്ള കപ്പൽ ഗതാഗതത്തിന് ടോൾ ഏർപ്പെടുത്തുമെന്നും ട്രംപ് പ്രഖ്യാപിച്ചു. വെനസ്വേലൻ എണ്ണയുടെ കാര്യത്തിൽ സ്വീകരിച്ചതിന് സമാനമായ നിലപാടായിരിക്കും ഇതെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു. ഇറാനിലെ ജനങ്ങൾ ഭരണകൂടത്തെ വെറുക്കുന്നുവെന്നും ബോംബിംഗ് തുടരാൻ അവർ തങ്ങളോട് ആവശ്യപ്പെടുകയാണെന്നുമുള്ള വിചിത്രമായ വാദവും ട്രംപ് ഉന്നയിച്ചു. അതേസമയം ട്രംപിന്റെ പ്രസ്താവനകൾ വലിയ പരിഹാസത്തിനും വിമർശനത്തിനും വഴിവെച്ചിട്ടുണ്ട്. അമേരിക്കൻ യുദ്ധവിമാനം ഇറാൻ വെടിവെച്ചിട്ടതിനെ വിജയമായി ചിത്രീകരിക്കുന്നത് കോമാളിത്തരമാണെന്ന് ജിമ്മി ഡോർ വിമർശിച്ചു. ട്രംപിന്റെ വാർത്താ സമ്മേളനം ഒരു കോമഡി സ്കിറ്റ് പോലെയാണെന്നാണ് സമൂഹ മാധ്യമങ്ങളിലെ പ്രധാന വിമർശനം. പെന്റഗണിലെ കണക്കുകളും ട്രംപിന്റെ അവകാശവാദങ്ങളും തമ്മിൽ വൈരുദ്ധ്യമുണ്ടെന്നും റിപ്പോർട്ടുകളുണ്ട്. എല്ലാ ദിവസവും ആക്രമണങ്ങളുടെ എണ്ണം വർദ്ധിപ്പിക്കുകയാണെന്ന് US സെക്രട്ടറി പീറ്റ് ഹെഗ്സത്ത് അവകാശപ്പെടുമ്പോഴും കഴിഞ്ഞ 3 ആഴ്ചയായി പ്രതിദിനം ശരാശരി 250 ആക്രമണങ്ങൾ എന്ന നിലയിലാണ് US സെൻട്രൽ കമാൻഡ് പ്രവർത്തിക്കുന്നത്. നാറ്റോ സഖ്യകക്ഷികളെയും ട്രംപ് കടുത്ത ഭാഷയിൽ വിമർശിച്ചു. ബ്രിട്ടൻ വാഗ്ദാനം ചെയ്ത വിമാനവാഹിനി കപ്പലുകൾ പഴഞ്ചനും തകർന്നതുമാണെന്ന് അദ്ദേഹം പരിഹസിച്ചു. USS എബ്രഹാം ലിങ്കണിന് നേരെ തൊടുത്ത 101 മിസൈലുകളും അമേരിക്കൻ സാങ്കേതിക വിദ്യ ഉപയോഗിച്ച് തകർത്തതായും ട്രംപ് അവകാശപ്പെടുകയും ചെയ്തു. ചൊവ്വാഴ്ച രാത്രി 8 മണിയെന്ന സമയപരിധി അവസാനിക്കാനിരിക്കെ ലോകം മുഴുവൻ ആശങ്കയോടെയാണ് ഉറ്റുനോക്കുന്നത്. എന്തായാലും ട്രംപിന്റെ ഈ അന്ത്യശാസനം തള്ളിക്കൊണ്ട് ഇറാൻ നിലപാട് കടുപ്പിച്ചാണ് രംഗത്ത് വന്നത്. ഭീഷണിപ്പെടുത്താൻ നോക്കേണ്ട എന്നാണ് ഇറാൻ പറഞ്ഞത്. അതിന് തൊട്ടു പിന്നാലെയാണ് താൻ അസ്വസ്ഥനാണെന്നും നാളെ എന്തും സംഭവിക്കാമെന്ന രീതിയിലും ട്രംപ് പ്രതികരിച്ചത്.